പുറത്ത് നല്ല മഴ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് കപ്പ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് നല്ലൊരു കപ്പ വേവിച്ചതും മീൻ കറിയും. പ്രത്യേകത ഉണ്ട് കേട്ടോ, നമ്മുടെ കോട്ടയം സ്റ്റൈല് കപ്പ വേവിച്ചതും മീൻ കറിയും. അപ്പം കപ്പ, മീൻ കറി, കട്ടൻ കപ്പി പ്ലസ് മഴ, പുളിയല്ലേ? ഓക്കെ. അപ്പം ഞാൻ കുറച്ച് കപ്പ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്രോസണാണ്. ഇപ്പോൾ ഞാൻ ട്യൂണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ട്യൂണ സ്റ്റിക്സിൻ്റെ 2 പീസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് നമുക്കൊരു ഫിഷ് കറി സൈഡിൽ ഞാൻ സെറ്റാക്കുന്നുണ്ട്. കപ്പ കൊത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഫ്രോസൺ ആയതുകൊണ്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നിവൃത്തിയുള്ളൂ. ഒരു കുക്കറിലേക്ക് ഞാൻ നമ്മുടെ കപ്പ അരിഞ്ഞതും കുറച്ച് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2-3 വിസിൽസ് ആക്ച്വലി എടുത്തു. ആ സമയത്ത് ഓരോ എൻ്റെ അടുത്ത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്തൊക്കെയോ സ്നേഹം കാണിക്കുന്നു, കൊഞ്ചിക്കുന്നു. ഭയങ്കര സ്നേഹം, ഒരു രക്ഷയില്ല. അതൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ കപ്പ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, എന്താ പറയുക, നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, ഇതെല്ലാം കൂടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കപ്പ ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമ്മുടെ മീൻ കറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫിഷ് കറി സെറ്റായിട്ടുണ്ട്. നല്ല കുഴമ്പുളി ഇട്ട് കോട്ടയം സ്റ്റൈലിൽ മീൻ കറിയാണ്. എൻ്റെ മീൻ കറി കൊണ്ട് പറയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. പണ്ടൊന്നും അത്ര മീൻ കറി സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴാണല്ലോ അതിന് പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം നന്നായിട്ട് മീൻ കറി വന്നിട്ടുണ്ട്. അപ്പം മീൻ കറി അവിടെ അടച്ചിട്ട് വെച്ച് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം നന്നായിട്ട് ഒന്ന് പച്ചമുളകൊക്കെ ഞാൻ അരപ്പൊക്കെ ചേർത്തു, പച്ചമുളകൊക്കെ ഒന്ന് മാറിയൊക്കെ വരുന്നുണ്ട്. ചില സമയത്ത് വീട് നന്നായിട്ട് മിസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കടയൊക്കെ താളിച്ച് നല്ല അടിപൊളി കപ്പ വേവിച്ചതും മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി കപ്പ എനിക്ക് ഇത്ര വാട്ടറി കൺസിസ്റ്റൻസി ഇഷ്ടമല്ല, പക്ഷേ വീട്ടിലെപ്പോഴും അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മയുടെ ഒരു ഓർമ്മയും വീട്ടിലൊരു നൊസ്റ്റും എല്ലാം കൂടെ ആയപ്പം അന്ന് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കട്ടൻ കാപ്പിയും നല്ല മീൻകറിയും കപ്പയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കണ്ട. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.